ത്തോടെ വെച്ചു സരള എന്നോട് പറയും ഭവാനി ചേച്ചി കറി വെച്ചാൽ അത് കൂട്ടാൻ ഭയങ്കര സ്വാദാണെന്ന്. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രമോല് നമ്മുടെ ഭവാനിയമ്മയും കനക ആൻറ്റിയും കൂടെ പാറമഴയുടെ അരികിൽ നിന്നാണോ എന്നറിയില്ല, എവിടെ നിന്നെങ്ങാണ്ടോ കുറെ കൂണും പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരത് കറി വെക്കാൻ പോവാണേ. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ഇത് വേണോ? നാഗാലാൻഡിൽ ഒരു കുടുംബം ഇങ്ങനെ കൂണ് കറി വെച്ച് തിന്നിട്ട് അവരെല്ലാവരും മരിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ ഭവാനിയമ്മ സമ്മതിക്കുന്നില്ലേ, ഇത് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങളുടെ വീടിന്റെ അയൽവക്കത്തുള്ള പെണ്ണ് എപ്പോഴും പറയാറുന്നു, ഓ ഭവാനി ചേച്ചി കൂണ് കറി വെച്ചാൽ പിന്നൊന്നും വേണ്ട എന്ന് പറയുമായിരുന്നു എന്നൊക്കെ പറയുവാണേ. അങ്ങനെ തന്നെ നമ്മുടെ ഭവാനിയമ്മ കിടിലനായിട്ട് ആ കൂണൊക്കെ കറി വെക്കുന്നുണ്ട്. അപ്പൊ ഇത് മണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലച്ചുവിനും കേശുവിനും സഹിക്കാൻ വയ്യേ. അപ്പൊ ഒരു കറി ആകുമ്പോ തന്നെ ചപ്പാത്തിയൊക്കെ കൂട്ടി എല്ലാവരും തിന്നുന്നുണ്ട്, ആരൊഴികെ നമ്മുടെ പാറുക്കുട്ടി ഒഴികെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ പന്തികേട് വരാൻ പോകുന്നുണ്ടെന്ന്, അല്ലെ ഗൈസ്? അതേപോലെ തന്നെ എല്ലാവരും ഛർദിലും വയറുവേനയിട്ട് ഓടടാ ഓട്ടം ഇത് തിന്നു കഴിഞ്ഞിട്ട്. നമ്മുടെ ഭവാനിയമ്മയും കേശുവും ലച്ചു ആണെങ്കിൽ അവിടെ തറയിൽ കിടന്ന് കമഴ്ന്ന് കിടന്ന് വയറുവേനെടുത്തിട്ട് പൊളയുവാ. അങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ടാവുക എല്ലാവർക്കും, അല്ലെ? കാത്തിരിക്കാട്ടോ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.